ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2267. ഇന്ന് മാർച്ച് മാസം 16-ാം തീയതി. ഈ ആണ്ടിലെ 75-ാമത്തെ ദിവസത്തിലെത്തി. ഇന്ന് വലിയ നോമ്പ് 29-ാം ദിനം. കൂനി പിടിച്ചൊരു സ്ത്രീയെ യേശു സൗഖ്യപ്പെടുത്തുകയാണ്. അതും ദേവാലയത്തിൽ വെച്ച് ശാബത്ത് ദിനം. വിശുദ്ധനായ ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം പശ്ചാത്തലം. നമ്മൾ പ്രാർത്ഥിക്കുന്നിടത്ത്, ആരാധിക്കുന്നിടത്ത് ക്രിസ്തുവിന്റെ സാന്നിധ്യമുണ്ട്. അവിടുത്തെ സാന്നിധ്യം നമ്മോടൊപ്പമുണ്ട്. യേശു നമ്മളെ കാണുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ രോഗിയുടെ പശ്ചാത്തലം എത്രയോ പ്രധാനപ്പെട്ടതാണ്. 18 വർഷമായി കൂനി പിടിച്ച അവസ്ഥയിലാണ്. ഒരുപക്ഷെ അവൾ പ്രതീക്ഷയോടെ എല്ലാ ആഴ്ചയിലും ദേവാലയത്തിൽ വരികയും സൗഖ്യത്തിനായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും പ്രതീക്ഷയോടുകൂടി അതിനുവേണ്ടി കാത്തിരിക്കുകയും ചെയ്തിട്ടുണ്ടാവും. സൗഖ്യം ഇതുവരെ ലഭിച്ചില്ല, അതൊരു യാഥാർത്ഥ്യമാണ്. എന്നാലും അവൾ പുറകോട്ട് പോകുന്നില്ല. വിശ്വാസത്തിൽ നിന്നും, പ്രതീക്ഷയിൽ നിന്നും, വലിയ പ്രത്യാശയിൽ നിന്നും. ഇന്നും സംഭവിച്ചില്ലെങ്കിലും ഇനിയും സംഭവിപ്പാനായിട്ട് എന്തുമാത്രം സാധ്യതയുണ്ട് എന്ന് അവൾ ദൈവത്തിൽ വിശ്വസിച്ചു, ദൈവത്തെ സ്നേഹിച്ചു. സങ്കടമുണ്ടായിരിക്കാം, ഏറെ ദുരിതങ്ങൾ അനുഭവിക്കുന്നുമുണ്ട്. അതിനപ്പുറത്ത് അതൊരു നിരാശയിലേക്കോ പരിഭവത്തിലേക്കോ പിണക്കത്തിലേക്കോ പോയില്ലല്ലോ. വലിയ പ്രതിഷേധങ്ങളും ഉണ്ടാവുന്നില്ല, കടുത്ത പ്രതികരണങ്ങളുമില്ല. യേശുവിന്റെ നോട്ടം നമ്മളിലുണ്ട് കേട്ടോ. അനുകൂലമാകുന്നൊരു സാഹചര്യത്തിൽ ദൈവം ഇടപെടാതിരിക്കുമോ, പ്രവർത്തിക്കാതിരിക്കുമോ? അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി നമ്മൾ പ്രസാദം നിറഞ്ഞൊരു മനസ്സോടുകൂടി ജീവിക്കാനായിട്ട് നമ്മളെ ഒന്ന് പാകപ്പെടുത്താവൂ. വളരെ അത്ഭുതത്തോടെയാണ് സ്ത്രീയെ കാണുക. ആ സ്ത്രീയെ കണ്ടെത്തിയ യേശുവിനെ കാണുന്ന അതേ അത്ഭുതത്തോടെ ആ സ്ത്രീയെ നമ്മളും ഒന്ന് നോക്കണം. കാരണം കഴിഞ്ഞ 18 വർഷമായി കൂനി പിടിച്ച, നിവർന്നു നിൽക്കാനായിട്ട് സാധിക്കാത്ത ആ സ്ത്രീയെ ശരിക്കും ദേവാലയത്തിൽ എന്തിനാണ് വന്നുകൊണ്ടിരുന്നത്? തികച്ചും അസാധ്യമായൊരു കാര്യം എപ്പോഴെങ്കിലും എന്നെങ്കിലും സാധിച്ചു കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണെന്ന് മാത്രം നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അതിനുമപ്പുറത്ത് ദൈവത്തോടൊത്തുള്ള ഈ ആഴ്ചയിലെ കുറച്ച് മണിക്കൂറുകൾ അവൾക്ക് കിട്ടുന്ന, അവൾ കണ്ടെത്തുന്ന, സ്വരൂപിക്കുന്ന ഒരു ഊർജവും ശക്തിയും ആശ്വാസവും ഒക്കെ ഉണ്ട്. ആ മിനിറ്റുകൾക്ക് വേണ്ടിയാണ്, ആ മണിക്കൂറുകൾക്ക് വേണ്ടിയാണ് വലിയ നോമ്പ്. അങ്ങനെ നമ്മൾ ഓരോരുത്തരെയും കുറെ കൂടി നമ്മുടെ ചില ക്വാളിറ്റി ടൈമിലേക്ക് എത്തിക്കട്ടെ. അതെ, ദൈവ സാന്നിധ്യ ബോധമുള്ള കുറച്ച് നേരവും നിമിഷങ്ങളുമൊക്കെ. ആമേൻ.